സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാലസ്തീനും ഇസ്രായേലിനെ കുറിച്ച് തന്നെയാണ്. കാരണം വെടിനിർത്തൽ കരാറ് നടന്നിരുന്നു, ബന്ദിമോചനവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായി ഹമാസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബന്ദിമോചനം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വരുന്ന ശനിയാഴ്ച അടുത്ത ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രായേൽ കരാറുകളെല്ലാം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ കരാർ ലംഘനത്തിനെതിരെ ഇപ്പോൾ ഹമാസ് അറിയിപ്പിച്ചിരിക്കുന്നത് ഇനിയൊരു കൈമാറ്റം, ഇതിനൊരു പരിഹാര മാർഗം രാഷ്ട്രങ്ങൾ തമ്മിൽ അത് പരിഹാരം കണ്ടെത്തിയതിനു ശേഷമല്ല അതിനൊരു ബന്ദി കൈമാറ്റം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം യജമാൻ പൊറുത്താലും പട്ടി പൊറുക്കില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന്. അതായത് ഇനിയിപ്പോൾ ട്രംപിന് ഇനിയിപ്പോൾ ഗാസ വേണം. കാരണം അവന്റെ തന്തയ്ക്ക് കിട്ടിയ ശ്രീധരമാണ് ഗാസ. അതിന്റെ പേരിൽ ഇപ്പം ഗ്യാസ് അവർക്ക് വേണം, ഗ്യാസ് വേണം. അത് അവൻ രാഷ്ട്രങ്ങളോട്, ഓരോ രാജ്യങ്ങളോടും വെളിപ്പെടുത്തുന്നത്, അതുപോലെ സൗദിയോടും മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളോടും എല്ലാം വെളിപ്പെടുത്തുന്ന കാര്യം, അത് അവരിനിപ്പം തകർന്ന കെട്ടിടങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ താമസിക്കും, അവർക്ക് പൊടിയടിക്കും, അവർക്ക് വേദന. ഇത്ര എണ്ണത്തിനെ കൊന്നു തള്ളിയപ്പോഴൊന്നും യുവമാർക്കൊന്നും അങ്ങനെയുള്ള ഒരു വേദന ഇല്ലാത്തവന്മാർക്കാണ് ഇപ്പോൾ വേദന. ഇപ്പോൾ നല്ല നല്ല ആൾക്കാരായി വന്നിരിക്കുകയാണ് ഇവന്മാർ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനങ്ങൾ. അപ്പം ട്രംപിനിപ്പം ഈ ഗാസ വേണം, പിന്നെ ഇസ്രായേലിന്റെ ഇതാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ അധിനിവേശം അത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും ഇതുപോലെ ലെബനാനെതിരെ ഒരു ഇത് നടന്നായിരുന്നു, കാരണം ഒരു കരാർ ലംഘനം നടത്തിയിരുന്നു. ഒന്നല്ല, ഒരുപാട് തവണകൾ അവർ കരാർ ലംഘനം, 60 ദിവസം വെടിനിർത്തൽ കരാർ വെച്ചതിന് ശേഷം ഇവർ വീണ്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. കാരണം വീണ്ടും കരാർ ലംഘിക്കുക, വെടിവെക്കുക, അതന്നെ. അവരും ഇതൊന്ന് നിവൃത്തികേട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവരും കരാർ ലംഘിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. അങ്ങനെ ആയിരുന്നപ്പോഴത്തേക്കാണ് ഹമാസിലെ വെടിനിർത്തലും ബന്ദി കൈമാറ്റങ്ങളും. ഇപ്പോൾ ഹമാസിൽ നിന്നും ഇവർ ബന്ദിമോചനം നടത്തുന്നുണ്ടെങ്കിൽ ശരി തന്നെ, ഇവര് ആ വെസ്റ്റ് ബാങ്കിലും മറ്റുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും ഈ ഇസ്രായേലിന്റെ ക്രൂരത നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമാണ് ഇപ്പം ഹമാസ് വെച്ചിരിക്കുന്നത്. കാരണം ഇനിയൊരു ബന്ദി കൈമാറ്റം, അത് ഇനിയൊരു കരാർ രേഖ അല്ലാതെ ഇനി അത് മാറുകയില്ല എന്നാ പറയുന്നത്. പിന്നെ ട്രംപിന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നതല്ല, മോഹങ്ങളല്ല. ട്രംപ് ഇപ്പോൾ വീണ്ടും വന്ന് പറഞ്ഞിരിക്കുന്നത് ഗാസ അവർ പിടിച്ചടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളും ഇപ്പോൾ എതിർത്തിരിക്കുകയാണ്. ട്രംപ് ഇപ്പം അവൻ എന്താണ് കുടിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത കണ്ടീഷനാണ്. അതേപോലെ ഇനി അവന് സ്വയബോധമില്ലയോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണെന്ന് തന്നെ അറിയാൻ വയ്യ. ആ നിലയിലാണ് ഇപ്പം ട്രംപ് എത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പം നമ്മളെ ഈ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ശരി തന്നെ, ഇത്രയും വംശഹത്യ നടത്തി ഇത്രയും എണ്ണത്തിനെ കൊന്നിട്ടും കൊലവിളിച്ചിട്ടും ഈ പാലസ്തീൻ്റെ ഈ ഹമാസിനെ അവർക്ക് കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുവാനോ, അല്ലെങ്കിൽ ഇത്രയും IDF-ഉം അവന്മാരെ ഇത്രയും സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഉണ്ടാഞ്ഞിട്ട് ഇവരെ ബന്ദികൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ പോലും കഴിയാത്ത ഈ നായ്ക്കൾ. അതുപോലെ ഈ തെല്ലബീവിലൊക്കെ ഇപ്പോൾ ഇസ്രായേലിന്റെ തെല്ലബീവിലൊക്കെ ഇപ്പോൾ വീണ്ടും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇസ്രായേൽ പൗരന്മാരെ തന്നെ പ്രതിഷേധം. ഈ കരാറ് ലംഘിക്കരുത്, അത് വെടിനിർത്തൽ കരാർ തന്നെ ഉണ്ടാവണം, ബന്ദികളെല്ലാം മോചിപ്പിക്കണമെന്ന് അവർ വീണ്ടും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു വലതുപക്ഷ പാർട്ടി, അപ്പോൾ ഈ ട്രംപിനെ ഇവിടെ കണ്ടുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ആയുധങ്ങൾ കയറ്റി അയക്കുകയും അടുത്ത ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ് ഇപ്പോൾ ട്രംപും ഈ നെതന്യാഹു എന്ന ഈ ദുഷ്ടനും കൈക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി തന്നെ, ഈ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ വലിയ ദുരിതത്തിലേക്ക് തന്നെ, വീണ്ടും സങ്കീർണത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ഈ യുദ്ധത്തിൽ നിന്നും എല്ലാവരും ഇനിയെങ്കിലും ഒരു നല്ല നിലയിലെത്തി നല്ലതുപോലെ ഒരു സമാധാനമുണ്ടായി സമാധാന രാഷ്ട്രമായി തന്നെ നിലനിന്ന് പാലസ്തീനെ ഗാസയെ രക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.